അക്ഷയ, നമ്മളിപ്പോൾ എടുത്ത എല്ലാ പ്രതികരണങ്ങളിലും ആളുകൾ പറയുന്നത് 20 മിനിറ്റോളം ഫയർഫോഴ്സ് സംഘം ഇങ്ങോട്ടേക്ക് എത്താൻ വലിയ രീതിയിൽ വൈകിയിട്ടുണ്ട്. അപ്പോൾ തന്നെ എത്തുകയാണെങ്കിൽ ഒരു പക്ഷേ ഇത്ര വലിയ രീതിയിലുള്ള തീപിടുത്തത്തിലേക്ക് ഇത് പോകില്ലായിരുന്നു എന്നാണ് അവർ പറയുന്നത്. കാരണം ആദ്യഘട്ടത്തിൽ പുക ഉയരുന്നത് മാത്രമായിരുന്നു ഇവിടെ കൂടിയിരുന്ന ജനങ്ങൾ കണ്ടത്. പലരും ബസ് സ്റ്റാൻഡിൽ ബസ്സൊക്കെ ഇറങ്ങി വന്നവരായിരുന്നു. അങ്ങനെ ഈ പുക ഉയരുന്നത് കണ്ട സമയത്ത് തന്നെ, അങ്ങനെ ഒരു സംശയം തോന്നിയ സമയത്ത് തന്നെ ആളുകളെല്ലാം ഈ ടെക്സ്റ്റൈൽസിനുള്ളിലുള്ള ആളുകളും ഈ ബിൽഡിങ്ങിലുണ്ടായിരുന്ന മറ്റു ആളുകളുമൊക്കെ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. അങ്ങനെ ആ സമയത്ത് എല്ലാവരും ഓടി രക്ഷപ്പെട്ടത് കൊണ്ട് മാത്രമാണ് ഇത് ജീവഹാനി പോലെയുള്ള കാര്യങ്ങളിലേക്ക് ഇത് പോകാതിരുന്നത് എന്ന് നമുക്ക് നിസ്സംശയം പറയാം. പിന്നീട് നാട്ടുകാർ മാത്രമായിരുന്നു അവിടെ ആളുകളെ അലേർട്ട് ചെയ്യാനും ഓടാൻ വേണ്ടി പറയാനും ഒക്കെ ഉണ്ടായിരുന്നത്. പിന്നീട് 20 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഫയർഫോഴ്സ് സംഘം, ആദ്യ യൂണിറ്റ് ഫയർഫോഴ്സ് സംഘം ഇങ്ങോട്ടേക്ക് എത്തിയത് എന്ന് നാട്ടുകാർ ഒന്നടങ്കം പറയുന്നു. അതിലെന്തെങ്കിലും വീഴ്ചയുണ്ടായിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടത് തന്നെയാണ്. കാരണം നമ്മൾ ഇവിടെ നിന്ന് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം പൂർണ്ണമായിട്ടും വലിയ രീതിയിലുള്ള തീപിടുത്തമാണ് എന്ന് നിസ്സംശയം പറയാവുന്ന കാര്യമാണ്. ഒരു ഭാഗത്ത് തീ അണച്ചുകൊണ്ടിരിക്കുമ്പോൾ തൊട്ടപ്പുറത്ത് വീണ്ടും പുക ഉയർന്ന് അവിടേക്കും തീ പടരുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ ഫയർഫോഴ്സ് സംഘം വളരെ വേഗത്തിൽ തന്നെ അങ്ങോട്ടേക്കും വെള്ളം പമ്പ് ചെയ്യാനുള്ള നീക്കങ്ങളൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഫയർഫോഴ്സ് സംഘം മാത്രമല്ല, ഇവിടെയുള്ള നാട്ടുകാർ, ഓട്ടോറിക്ഷ ഡ്രൈവർമാർ ഒക്കെ എല്ലാവരും ചേർന്നുകൊണ്ടാണ് ആ ശ്രമങ്ങൾ നടത്തുന്നതും. എന്തായാലും വലിയൊരു തീപിടുത്തമെന്ന് നമുക്ക് നിസ്സംശയം പറയാവുന്ന കാര്യമാണ്. എന്തുകൊണ്ട് ഈ നാട്ടുകാർ ഉന്നയിക്കുന്ന പോലെ എന്തുകൊണ്ട് ഫയർഫോഴ്സ് സംഘം കൃത്യസമയത്ത് ബീച്ച് വലിയ ബ്ലോക്കൊന്നും ഇല്ല എങ്കിൽ, വലിയ വാഹനത്തിരക്കൊന്നും ഇല്ല എങ്കിൽ ഒരു 5 മിനിറ്റ് കൊണ്ട് സ്ഥലത്തേക്ക് എത്താവുന്ന ദൂരമേ ഈ പുതിയ ബസ് സ്റ്റാൻഡിലേക്കുള്ളൂ. പക്ഷേ നാട്ടുകാർ ആരോപിക്കുന്നത് പോലെ ഇവരെത്തുന്നതിൽ എന്തെങ്കിലും വൈകൽ സംഭവിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ കൃത്യമായ പരിശോധന നടത്തേണ്ടതാണ്. എന്തായാലും ഈ തീ ഏറെക്കുറെ അണച്ചു എന്ന് തന്നെ പറയാം. പക്ഷേ ഇപ്പോഴും മുകളിലത്തെ നിലയിൽ അകത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് ചെറിയ രീതിയിൽ അവിടെ തീ അങ്ങിങ്ങായിട്ട് ആളിക്കത്തുന്നത്, ചെറിയ രീതിയിൽ തീ ഇങ്ങനെ കത്തുന്നതായിട്ട് നമുക്ക് ഇവിടുന്ന് കാണാനും സാധിക്കുന്നുണ്ട്. എന്തായാലും ഈ തീ അണച്ചതിന് ശേഷം ഫയർഫോഴ്സ് സംഘം ഇതിനകത്തേക്കും കയറി, ബിൽഡിങ്ങിനകത്തേക്കും കയറിക്കൊണ്ട് അകത്തെ തീയെല്ലാം അടക്കാനുള്ള ശ്രമം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തീ അണച്ചുകൊണ്ടിരിക്കുകയാണ്. താഴെ നിന്ന് 2 സംഘം ഫയർഫോഴ്സ് സംഘം താഴെ നിന്നും മുകളിലേക്ക് വെള്ളം പമ്പ് ചെയ്യുന്നുണ്ട്. അകത്തേക്കൊരു സംഘം കയറിക്കൊണ്ട് അവിടെ നിന്നും വെള്ളം പമ്പ് ചെയ്യുന്നുണ്ട്. ഈ റോഡ്, ഈ ബിൽഡിങ്ങിന് തൊട്ടു മുൻപിലുള്ള റോഡിലൂടെ ഇപ്പോൾ വാഹനങ്ങളൊന്നും പോകുന്നില്ല. കാരണം വലിയ ജനങ്ങളൊന്നാകെ ഈ ഒരു സംഭവം ഉണ്ടായപ്പോൾ തന്നെ ജനങ്ങളൊന്നാകെ ഇവിടെ കൂടിയിരിക്കുന്നതാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഫയർഫോഴ്സ് സംഘം ഇവിടെയുണ്ട്. അതോടൊപ്പം തന്നെ ഈ വലിയ ജനത്തിരക്കും ഇപ്പോൾ അതായത് ഒരു ഭാഗത്ത് ഫയർഫോഴ്സ് സംഘം തീ അണച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ തൊട്ടപ്പുറത്ത് ബിൽഡിങ്ങിൻ്റെ ഇടതുഭാഗത്തായിട്ട് വീണ്ടും തീ ആളിപ്പടരുന്നു, വീണ്ടും തീ ഉയരുന്നു എന്ന് വേണം കാണാൻ. നമുക്കത് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുമെന്നാണ് ഞാൻ കരുതുന്നത്. വീണ്ടും തീ ഉയരുകയാണ്. അങ്ങോട്ടേക്ക് വെള്ളം മാറ്റി പമ്പ് ചെയ്യുകയാണ് ഇപ്പോൾ ഫയർഫോഴ്സ് സംഘം ചെയ്യുന്നത്. അതായത് ഒരു ബിൽഡിങ്ങിൽ തീ ഉയർന്ന് തൊട്ടപ്പുറത്തെ കടകളിലേക്ക് അത് വ്യാപിച്ച് വീണ്ടും പടർന്നു പിടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. കാലിക്കറ്റ് ടെക്സ്റ്റൈൽസിൽ തുണിക്കടയിലാണ് കത്തി തുടങ്ങിയതെങ്കിൽ അപ്പുറത്തുള്ള സമീപത്തുള്ള എല്ലാ കടകളിലേക്കും ഈ തീ പടർന്നു പിടിക്കുകയാണ്. നഗരമധ്യത്തിലാണ്, നഗരത്തിന്റെ ഹൃദയഭാഗത്താണ്, കോഴിക്കോട് ബസ് സ്റ്റാൻഡിലാണ് ഈ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. അവിടെ ഒരു ചെറിയ തീപിടുത്തം ഉണ്ടായാൽ തന്നെ ഉടനെ തീ അണക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ അത്രമേൽ വ്യാപിക്കാനുള്ള സാധ്യത. തൊട്ടടുത്ത് തന്നെ നിറയെ കടകളുള്ള സ്ഥലമാണ്. അത്രമേൽ തിരക്കുണ്ടാകുന്ന സമയമാണ്, സമയം 5:45. ഈ സമയത്തൊക്കെ വലിയ തിരക്കുണ്ടാകുന്നതാണ്. വലിയ അപകടങ്ങൾ വിളിച്ചു വരുത്താൻ സാധ്യതകളാണ്. എന്തായാലും ഇപ്പോൾ ആളുകളെല്ലാം പുറത്തിറക്കിയിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. ആരും അകത്ത് പെട്ടുപോയിട്ടില്ല എന്നുള്ളതാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അത് വലിയ ആശ്വാസകരമാണ്. പക്ഷേ ഇപ്പോഴും തീ അണയ്ക്കാനാകുന്നില്ല പൂർണ്ണതോതിൽ എന്നുള്ളതാണ് അല്ലെ ഇംതിയാസ്? നമുക്ക് പ്രതികരണങ്ങളിലേക്കൊക്കെ പോകാം. അക്ഷയ, അതായത് 5:06 തീപിടുത്തം ഇവിടെ ഉണ്ടായി എന്ന് നാട്ടുകാരിൽ പലരും പറയുന്നു. അങ്ങനെ 5:06 തീപിടുത്തം ഉണ്ടായിട്ട് 5:26 ആയപ്പോഴേക്കാണ് ഇവിടെ തീയണക്കാനുള്ള സംഘം ഇങ്ങോട്ടേക്ക് എത്തിയത്. അതോടൊപ്പം തന്നെ ഈ ഫയർഫോഴ്സിൻ്റെ ഈ വാഹനത്തിൽ മതിയായ വെള്ളമില്ല എന്നും നാട്ടുകാരിൽ പലരും ആരോപണം ഉന്നയിക്കുന്നുണ്ട്. അതും വലിയൊരു പ്രതിസന്ധി തന്നെയാണ്. കാരണം ഒരു ഭാഗമെല്ലാം തീ അണച്ച് കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഉള്ളിൽ കയറി അടക്കം, ബിൽഡിങ്ങിൻ്റെ അകത്തേക്കടക്കം പ്രവേശിച്ച് തീ അണക്കാനുള്ള ശ്രമം നടത്തവെയാണ് മുകളിലത്തെ നിലയിൽ വീണ്ടും തീ പടരുന്നതായിട്ട് നമ്മൾ കണ്ടത്. അങ്ങനെ വലിയ രീതിയിൽ അവിടെ തീ പടരുന്നുമുണ്ട്. പെട്ടെന്ന് വണ്ടി കാലിയായി ചെയ്ത് വെള്ളമില്ലാത്ത പ്രശ്നം ഓൾറെഡി ഇപ്പോൾ വണ്ടി വന്നു, 5-6 വണ്ടി വന്നു. മാക്സിമം ഫയർഫോഴ്സ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ചെയ്യാൻ പറ്റുന്ന മാക്സ് ചെയ്യുന്നുണ്ട്. ആദ്യം മെഡിസിനിലേക്ക് വന്നു, പിന്നെ അത് ടെക്സ്റ്റൈൽസിൻ്റെ മുകളിലേക്ക് പോയി. അവിടെ നിന്നപ്പോൾ മൊത്തം എല്ലാം അവിടെ ടെക്സ്റ്റൈൽ ഷോറൂമുകളാണ് എല്ലാം കംപ്ലീറ്റ്. ഫയർ എഞ്ചിനെ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്.
ഇത് ഇത്രയും ഒരു എഫേർട്ട് എടുത്തിട്ട് അവർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഭയങ്കര തീയാണ്, അടയ്ക്കാൻ പറ്റാത്ത തീയാണ് പിടിച്ചുകൊണ്ടിരിക്കുന്നത്.